നമ്മുടെ അനുമോൾക്കാണോ നീതി വേണ്ടത്, അതോ അലോകിനോട് സഹതാപം തോന്നി അവനെ രക്ഷിക്കണോ? കഴിഞ്ഞ പ്രാവശ്യം അവന്റെ അവസ്ഥ കണ്ടപ്പോ എനിക്ക് സഹതാപം തോന്നി. അവൻ ചെയ്ത തെറ്റിൽ അവന് ശരിക്കും കുറ്റബോധം ഉണ്ടെന്ന് എനിക്ക് തോന്നി. കുറ്റബോധോ? എടോ, താൻ ഇത്രയ്ക്ക് മണ്ടിയാണോ? അതൊക്കെ അവന്റെ വക്കീല് പഠിപ്പിച്ചു കൊടുത്ത അടവുകളാ, അല്ലാതെ അവൻ നന്നായതൊന്നും അല്ല. എനിക്കത് അടവായിട്ടൊന്നും തോന്നിയില്ല. അവൻ മനസ്സിന്ന് പറഞ്ഞതുപോലെ തോന്നിയത്. ഗോമതി, മനുഷ്യരുടെ സ്വഭാവം തനിക്കറിയില്ല. കഴിഞ്ഞ തവണ ഇവിടെ വന്ന് നമ്മുടെ അനുമോളുടെ മുന്നിൽ അവൻ കാണിച്ചതെല്ലാം വെറും നാടകമാണ്. ശിക്ഷ കുറയ്ക്കാൻ വക്കീലന്മാര് പ്രതികളെ പഠിപ്പിക്കുന്ന ഓരോ അടവുകൾ. എതിർഭാഗത്തിന് കരുണ തോന്നിയാൽ അതിന്റെ ഗുണം ആർക്കാണെന്ന് തനിക്കറിയാലോ. അതുകൊണ്ടല്ലേ അപ്പൊ തന്നെ നമ്മുടെ വക്കീല് അനുമോളെ അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. എടോ, കോടതിയിൽ ഇതൊക്കെ സാധാരണമാണ്. ഗോമതി, നമുക്കിനി ഈ കാര്യം സംസാരിക്കണ്ട. ബാലേട്ടാ, ഒരാൾക്ക് കോടതി ശിക്ഷ വാങ്ങി കൊടുക്കുന്നത് എന്തിനാ? അവൻ നന്നാവാൻ വേണ്ടിയാണോ, അതോ അവൻ നശിച്ചു പോകാൻ വേണ്ടിയാണോ? എനിക്കവൻ നന്നാവണമെന്നോ നശിക്കണമെന്നോ ഒന്നുമില്ല. എന്റെ മോൾക്ക് നീതി കിട്ടണം, അത്രേ ഉള്ളൂ. മോൾക്ക് നീതി വേണം, ശരിയാ. പക്ഷെ അത് അവന്റെ ജീവിതം തകർത്തുകൊണ്ട് വേണോ? തനിക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? താൻ എന്താ ഉദ്ദേശിക്കുന്നത്? കേസ് പിൻവലിക്കണമെന്നാണോ? അല്ല, കേസ് പിൻവലിക്കാനല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്ത് വേണമെന്നാ പറയുന്നേ? കോടതി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്നാലും എനിക്ക് തോന്നിയൊരു കാര്യം പറയാം. അലോകിന് ശിക്ഷ ഏറ്റവും കുറച്ചു കൊടുത്താൽ മതിയെന്ന് നമുക്ക് ജഡ്ജിയോട് പറയാൻ പറ്റില്ലേ? എടോ, ശിക്ഷ കുറച്ചു കൊടുക്കാനോ? ആ, ഒരു 3 മാസോ 2 മാസോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ശിക്ഷ. എടോ, ശിക്ഷ വിധിക്കുന്നത് ഞാനല്ല, ജഡ്ജിയാ. അവൻ ചെയ്ത കാര്യങ്ങൾ കേട്ടിട്ട് ജഡ്ജിക്ക് എന്തു തോന്നുന്നോ അതായിരിക്കും അവന്റെ ശിക്ഷ. ബാലേട്ട, അവൻ ശിക്ഷിക്കപ്പെട്ട അമ്മയ്ക്ക് താങ്ങാൻ കഴിയില്ല. എന്റെ അമ്മയുടെ വേദന ഞാൻ എങ്ങനെ സഹിക്കും? അപ്പൊ എന്റെ മോളുടെ കാര്യോ? നമ്മുടെ മോളുടെ കാര്യത്തിൽ എനിക്ക് വേദന ഇല്ലെന്നല്ല, പക്ഷെ അമ്മയുടെ കണ്ണീര് എനിക്ക് കാണാൻ പറ്റില്ല ബാലേട്ട. അവൻ ശിക്ഷിക്കപ്പെട്ട നെഞ്ചു പൊട്ടി മരിച്ചു പോകുന്ന എന്റെ അമ്മ എന്റെ മുമ്പിൽ വന്ന് കരഞ്ഞു പറഞ്ഞു. അറിയോ, നമ്മുടെ മോള് കാരണം എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഈ ജന്മം എനിക്ക് സമാധാനം ഉണ്ടാവോ? നമ്മുടെ മോള് കാരണോ? താൻ എന്തൊക്കെയാ ഈ പറയുന്നേ? നമ്മുടെ മോളാണ് ഇതൊക്കെ ചെയ്തു വെച്ചത്. അനുമോൾ എന്ത് തെറ്റാ ചെയ്തേ? അനുമോള് തെറ്റ് ചെയ്തു എന്നല്ല ബാലേട്ട. പിന്നെ താൻ ഈ പറയുന്നത് എന്താ? അലോക് ശിക്ഷിക്കപ്പെട്ട ആ വേദന താങ്ങാൻ കഴിയാതെ എന്റെ അമ്മ. ബാലേട്ട, അങ്ങനെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച അതോർത്ത് ജീവിതകാലം മുഴുവൻ ഞാൻ നീറി കഴിയേണ്ടി വരില്ലേ? അതാ എന്റെ പേടി. ഗോമതി, ഈ കേസിന്റെ കാര്യത്തിൽ നമ്മൾ ഇത്രയും ദൂരം മുന്നോട്ട് വന്നു. ഇനി പിന്നോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. അത് നടക്കില്ല.